എനിക്ക് തൃപ്പൂണിത്തറ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അല്ല, അത് അങ്ങനെയാണ് ഞാൻ കേട്ടത്. എനിക്ക് തൃപ്പൂണിത്തറ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ആരാന്ന് എനിക്കറിയില്ല. നല്ല കണക്ഷൻ റാഫിക്കാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആ ചേട്ടനോട് അഭിനയിക്കാൻ പറ്റി. പിന്നെ അജുക്ക, ഇത് വേറെ ഒരു യൂണിവേഴ്സ്. പിന്നെ ഞാൻ വരാം, ചോദിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തരം യൂണിവേഴ്സും ഉണ്ട് ഇതിനകത്ത്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഐ വാക്ക് ലോൺലി റോഡ് എന്ന് പറഞ്ഞിട്ടൊരു. അത് ആഡല്ല, നമ്മൾ വെറുതെ യൂട്യൂബിലിട്ട ഒരു വീഡിയോ. കുറെ ആൾക്കാർ ഹിന്റെ പാട്ട് തന്നെയാണ് അത്. ഐ മീൻ ആ സമയത്ത് അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് ഗോസിപ്സ് ആണ് വരാറുള്ളൂ. പിന്നെ നാട്ടിലൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് പറയാറുണ്ട് ഫ്രണ്ട്സ്. പക്ഷെ ഞാനൊന്നും കേൾക്കാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. നല്ലതും പറയുന്നുണ്ട്, മോശമായിട്ടും പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താണെന്നും പോയി ചോദിക്കാറൊന്നും. ഞാൻ ഫേമസ് ആയിരുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലപ്പോ ടീച്ചർമാരൊക്കെ ആയി പോയിട്ടുണ്ടാവും. പിള്ളേർക്കൊക്കെ എനിക്ക് തോന്നണേ പ്രായമാവുന്നില്ല. എന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അതുപോലെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന കാരണം കൊണ്ട് തന്നെ കറക്റ്റ് കാര്യം പറയുമ്പോൾ ചിലർക്ക് അമ്മ വലിയ കാര്യമല്ലായിരിക്കും. നമ്മുടെ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അമ്മ ഓപ്പൺ ആയിട്ട് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അമ്മയായിരിക്കും മുന്നിരിക്കുന്നത്. കാരണം അത് ഇഷ്ടമല്ലാത്തവരുണ്ട്. പക്ഷെ ഞാൻ കാരണം എൻ്റെ അമ്മ ഈ ലോകം മൊത്തം ഇപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എന്റെ ഭയങ്കര പ്രൗഡാണ്. നമ്മൾ ചെയ്തിട്ടു, നമ്മളെ ആഡിനൊക്കെ വിളിക്കുന്ന നമുക്ക് പേടിയാണ്. ഇവര് നമ്മളെ പറ്റിക്കും, നമ്മളെ ചതിക്കുന്ന സാധനമൊക്കെ അന്നത്തെ സമയത്ത് ഇവരെന്തോ നമ്മളെ വഞ്ചിക്കാൻ വിളിക്കും. പൈസ 10,000 രൂപ 8,000 രൂപയൊക്കെ ആയിരുന്നു അന്ന്. പണ്ട് എന്നോട് ചോദിച്ചിരുന്നു, ഈ ഫോട്ടോ എടുത്ത് ലൈക്ക് ചോദിക്കുമ്പോ അരി മേടിക്കാൻ പറ്റുമെന്ന്. അന്ത കാലത്ത് എല്ലാതും മേടിച്ച് സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കാരണം. അങ്ങനെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു കോവിലത്തേക്ക് നമ്മൾ പോവുകയാണ്. ആ കോവിലത്തിന്റെ പേരാണ് കണിമംഗലം കോവിലകം. ഹലോ. യെസ് മിസ്റ്റർ അജ്മൽ, പറയൂ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. പറയൂ, എന്താണ് വിശേഷങ്ങൾ? ഈ ഒരു കോവിലകത്തെ പറ്റി ഒന്ന് പറയൂ. യെസ്, അടിപൊളി സംഭവമായിരുന്നു. അതായത് എന്താ പറയാ, വാക്കുകളില്ല. ഈ കോവിലകത്തേക്ക് പോകാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. കാരണം ആദ്യം ഇവൻ വിളിച്ച് റാഫി വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അജുക്ക, എന്നെക്കാട്ടും ഒരു വയസ്സ് മുത്തട്ട. ഇങ്ങനെ പരിപാടി ഉണ്ട്, നിങ്ങളെ വിളിക്കൂട്ടാന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷേട്ടൻ വിളിച്ച്. ശരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ എന്റെ ഫ്രണ്ട് ആയിരുന്നു ഓൾറെഡി. അവൻ എന്നിട്ട് വിളിച്ചു ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ പിന്നെ സെറ്റായി. ഞാൻ പറഞ്ഞു, ഞാന് ഓക്കെ, ഈ സംഭവം ഒന്നും അങ്ങനെ അറിയില്ല, വന്ന് നോക്കാം. അതെ, ഞാൻ വേണമെങ്കിൽ പോയിട്ട് അഭിനയിക്കാൻ ഒരാളെ കൂട്ടിയിട്ട് എന്റെ കൂടെ കൊണ്ടിട്ടെ എന്നൊക്കെ ചോദിച്ചു. വളരെ ഒന്നും പേടിക്കണ്ട, നീ കൂടെ പോന്നെ കയറി, ഞാൻ സെറ്റാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എത്തി. റാഫി, വണക്കം. എന്തുണ്ട് വിശേഷങ്ങൾ? എന്താ വിശേഷം? നല്ല വിശേഷം. അല്ലേ, ഇപ്പൊ നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുക പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ മൂവി ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. കാരണം ഒരു ത്രൂ ഔട്ട്, ഒരു ഫസ്റ്റ് എൻഡ് വരെ ത്രൂ ഔട്ട് ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച ഒരു ഡ്രീമാണ്. സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കിട്ടി. രവി, പറയൂ, എന്താണ് വിശേഷം? ചായ കുടിച്ച് കോവിലകത്തെ മറ്റേ കാർന്നവരായിട്ട് ചായ കുടിച്ചിരിക്കുന്നു. അപ്പുറത്ത് പറയൂ. ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം തന്നെ നല്ലൊരു സിനിമയുടെ വലിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ രാജേഷേട്ടനോടും നന്ദി. പിന്നെ അഖിൽ NRD ആണ് എന്നെ റെഫർ ചെയ്യുന്നത്. അപ്പൊ അവനോട് ഭയങ്കര ദൈവത്തെ പോലെ തന്നെ അവനെ ഞാൻ കാണുന്നത്. പിന്നെ അമ്മയായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയാണ്. അപ്പം ആ ഒരു അമ്മയ്ക്ക് കൊടുത്ത സ്നേഹമാണ് അക്കൗണ്ട് വളർന്നതും പിന്നെ ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നതും സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ പറ്റിയതും. ഇതൊക്കെ എൻ്റെ ഒരു ആദ്യമേ ഒരു ഫസ്റ്റ് റീല് ചെയ്തപ്പോൾ തൊട്ട് കണ്ട ആ മാനിഫെസ്റ്റേഷൻ കറക്റ്റ് അതുപോലെ തന്നെ പോവാ. എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ടീമും ഒരു നല്ല ടീമും കിട്ടാന്ന് പറയുന്നത് നല്ല കണക്ഷൻ റാഫിക്കാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആ ചേട്ടനോട് അഭിനയിക്കാൻ പറ്റി. പിന്നെ അജുക്ക, ഇത് വേറെ ഒരു യൂണിവേഴ്സ്. പിന്നെ ഞാൻ വരാം, ചോദിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തരം യൂണിവേഴ്സും ഉണ്ട് ഇതിനകത്ത്. ആൾക്കാരുണ്ട് അവിടെ ഇവിടെ എല്ലാം. ഇവരോടൊക്കെ ഒരു കണക്ഷൻ ആവെന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യം. പിന്നെ ഇവര് ഭയങ്കര സന്തോഷം. യെസ്, പറയൂ. ഞാൻ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇതിനകത്തേക്ക് വന്നതാ. ഞാൻ അങ്ങനെ സിനിമ എന്നൊരു മോഹമുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഓക്കെ അങ്ങനെയില്ല, അതില്ലാതെ എന്നുള്ള അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ ഒരു റൈറ്റ് ടൈം വന്നപ്പോൾ ഒരു റൈറ്റ് പാത്തിലൂടെ പോകുന്ന ആ ഒരു എന്താ മൊമെന്റിലുള്ള ഒരു സന്തോഷം. പറയൂ സാൻഡ്ര, എന്തിന്റെ വിശേഷം?
സുഖം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിന്. പിന്നെ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ നിന്ന് ഇങ്ങനെ ഒരു മൂവിയിലോട്ട് വരുന്നുള്ളത്. ഇത് പറഞ്ഞ പോലെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഭയങ്കര സന്തോഷം. ഓൾസോ ഡിസൈനർ കൂടെ അല്ലേ? എങ്ങനെ അറിയാം? അല്ലേ, ഫാഷൻ ഡിസൈനർ കൂടെ അല്ലേ? അല്ലേ, നല്ല നല്ല ഡിസൈനറാണ്. ഞാൻ 2 years ആയിട്ട് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കോണ്ടന്റ് എന്നൊക്കെ പറയുന്നതിനൊക്കെ മുമ്പ് തന്നെ, ഇപ്പം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അതിനൊക്കെ നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ ഒരുപാടൊരു മാസ് ആൾക്കാർ, യൂത്ത് ആണെങ്കിലും എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അംഗീകരിക്കുക, സ്നേഹിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയാണ് അജ്മൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഇപ്പോൾ ആ ഒരു ഡിഫറൻസ് ആക്ച്വലി എങ്ങനെ എൻജോയ് ചെയ്യുന്നു? അത് അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ കോളേജിൽ പോകുന്ന സമയത്ത് ആകുമ്പോഴേ ഞാൻ ഇവരോട് പറയുന്നു, ഇനിയിപ്പോൾ ഞാൻ ഫേമസ് ആയിരുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലപ്പോൾ ഇപ്പോൾ ടീച്ചർമാരൊക്കെ ആയി പോയിട്ടുണ്ടാവും. അവര് പിള്ളേർക്കൊക്കെ അറിയണ്ടാവും. എനിക്ക് തോന്നണേ പ്രായമാവുന്നില്ല. പക്ഷെ എല്ലാവർക്കും ഇപ്പോഴും അറിയുന്ന ഒരു എനർജി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയും ഇത് വീണ്ടും വീണ്ടും അടിപൊളി സംഭവങ്ങൾ ചെയ്ത് വീണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം. അതെ, കൺസിസ്റ്റൻസി ഒരു വലിയ പാർട്ടാണല്ലോ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ. അത് എനിക്കൊന്ന് അജ്മലിന് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഫസ്റ്റ് ഹിറ്റായി, ഇപ്പോൾ ഒരു ആഡ് ആണെങ്കിൽ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത ഒരു പരിപാടി, ആൾക്കാർ ഒരു മാസമായിട്ട് യെസ് എന്ന് പറഞ്ഞൊരു അത് ഏതായിരിക്കും? അങ്ങനെ നോക്കുവാണ് ഇപ്പോഴും മൈൻഡിൽ നിൽക്കുന്നത്. ഞാനൊരു അന്ന് ഒരു ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഐ വാക്ക് എ ലോൺലി റോഡ് എന്ന് പറഞ്ഞിട്ടൊരു. അത് ആഡല്ല, നമ്മൾ വെറുതെ യൂട്യൂബിൽ ഇട്ടൊരു വീഡിയോ. കുറെ ആൾക്കാർ ഇന്റെ പാട്ട് തന്നെയാണ് അതെന്ന്. ഐ മീൻ ആ സമയത്ത് അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ശരി. പിന്നെ അത് കൂടാണ്ട് പോപ്പിക്കോടെ ഒരു നിങ്ങളുടെ കൊടയിൽ ബ്ലൂടൂത്ത് ഉണ്ടോന്ന് വെച്ചിട്ട് ഒരു അതും അടിപൊളിയായിരുന്നു ആ ടൈമില്. അത് കണക്ടിവിറ്റി ഒക്കെ ആ സമയത്തായിരുന്നു. നിങ്ങളുടെ കൊടയിൽ ബ്ലൂടൂത്ത് ഉണ്ടോന്ന് വെച്ചിട്ട് അതിൽ സംസാരിക്കാനൊക്കെ വരുന്നു. നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ ഫേസ്ബുക്കിലാണ് ടിവി കണ്ടിട്ടുണ്ട്. ആ ടിവിയിൽ വരുമ്പോ അതൊരു ടൈമായിരുന്നു. ഞാനും കണ്ടിട്ടില്ല. അല്ല, അതുപോലെ കൊച്ചായിരുന്നു അല്ലേ? അതുപോലെ ഈ പറയുന്ന പോലെ കോണ്ടന്റ്സ് ചെയ്യുമ്പോഴും ഇപ്പൊ അമ്മയായിട്ട് റിലേറ്റ് ചെയ്ത കോണ്ടന്റ്സ്, അത് ഒരുപാട് ആൾക്കാർ അല്ലേ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു അജ്മൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിന്റെ ഒരു സ്നേഹം ആക്ച്വലി. കാരണം ഒരു പടിക്ക് മേൾ അമ്മയാണ് കൂടുതൽ ആൾക്കാർ. അതെ അതെ, ഞാനത് ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നുണ്ട്. കാരണം എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കും. അതുപോലെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന കാരണം കൊണ്ട് തന്നെ കറക്റ്റ് കാര്യം പറയുമ്പോൾ ചിലർക്ക് അമ്മ വലിയ കാര്യമല്ലായിരിക്കും. നമ്മുടെ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അമ്മ ഓപ്പണായിട്ട് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അമ്മയായിരിക്കും മുന്നയിക്കുന്നത്. കാരണം അത് ഇഷ്ടമല്ലാത്തവരുണ്ട്. പക്ഷെ ഞാൻ കാരണം എൻ്റെ അമ്മ ഈ ലോകം മൊത്തം ഇപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എൻ്റെ ഭയങ്കര പ്രൗഡാണ്. കാരണം അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നത് ഇപ്പൊ ഇഷ്ടമല്ലാത്തവരെക്കാട്ടി കൂടുതൽ കോടിക്കണക്കിന് പേര് എൻ്റെ അമ്മ ഇഷ്ടപ്പെടുന്നവരാ. അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ. അപ്പൊ അതെന്റെ ഭയങ്കര പ്രൗഡ്. ഇപ്പൊ എവിടാണേലും ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ അമ്മയെ മുൻനിർത്തി ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. അപ്പൊ പിന്നെ ഞാൻ ഒരിക്കലും എനിക്ക് ഫാൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഇത് ലോങ് റണ്ണിൽ പോകണം, എനിക്ക് അമ്മയും അച്ഛനെയും വീട്ടുകാരെ നോക്കണം. അതാണ് എൻ്റെ സ്ട്രാറ്റജി എപ്പോഴും. അതിനുവേണ്ടി ഞാനിപ്പോൾ എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛനെ ആയാലും മുൻനിർത്തും. ആർക്കാണോ മാർക്കറ്റ് അത് മതി എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ചക്കപ്പഴം എന്നുള്ള ഇത് ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ബിഗ് സ്ക്രീനിലല്ലാതെ ഈ പറയുന്ന ടി വിയിലും യൂട്യൂബിലും ഒക്കെ നമുക്ക് സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമില്ല. എവിടെ ചെന്ന് കഴിഞ്ഞാലും ആൾക്കാർ ഒരു ഫിലിം ആക്ടറിലുപരി നോക്കുമ്പോൾ, എവിടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും അവിടെ ചെന്നാലും ഒക്കെ ആൾക്കാർ വരുന്നൊരു സ്നേഹം. ഇപ്പം നേരത്തെ അഭി പറഞ്ഞ പോലെ തന്നെ അതും എൻജോയ് ചെയ്തിട്ട് പെട്ടെന്ന് ഫിലിമിലേക്ക് വരിക, അതിൻ്റെ ഒരു ട്രാൻസിഷൻ ഹൗ യു എന്താ പറയുക, സന്തോഷം. നമുക്ക് ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇത് വളരെ ഓർഗാനിക്കലി വന്നൊരു സംഭവമാണ്. അറിയില്ല, ഇത് ഒരു ടൈം ഓഫ് പീരീഡ് വരെ എനിക്ക് വീട്ടിലെ പെയിന്റിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യണത്. അപ്പോഴും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സർക്കിളുണ്ട്, ഇപ്പോഴുണ്ട്. നമ്മൾ ചെയ്തിട്ടു, നമ്മളെ ആഡിനൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് പേടിയാ. ഇവര് നമ്മളെ പറ്റിക്കും, നമ്മളെ ചതിക്കുന്നുള്ള സാധനമൊക്കെ അന്നത്തെ സമയത്ത്. ഇവരെന്തോ നമ്മളെ വഞ്ചിക്കാൻ വിളിക്കും. പൈസ കിട്ടത്തില്ല, പൈസ 10,000 രൂപ 8,000 രൂപയൊക്കെ ആയിരുന്നു അന്നേരൊക്കെ അത്രയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പറ്റിക്ക് വേണ്ട പോണ്ട. അപ്പൊ അങ്ങനെ പോയിട്ടില്ല. അത് എന്തോ ആഡ് എത്ര വർഷം? ഇത് 2018 കോവിഡിനൊക്കെ മുമ്പ്. കോവിഡിന് മുമ്പ്. അപ്പൊ അത് കിട്ടി നമ്മള് അയ്യോ വേണ്ട പോയല്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിച്ചിട്ടുണ്ട്. ആഡ് ചെയ്യണ്ട നമുക്ക് അറിയില്ല ഇതിനെ പറ്റി. ഇതിപ്പോ എന്ത് വായിക്ക് തോന്നുന്നു കൊതക്ക് പഠന രീതിയിൽ നമ്മൾ വെച്ചടിക്കുമായിരുന്നു കണ്ടന്റ് ഒക്കെ. അങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ ഇതിനെ വ്യത്യസ്തം വന്നു തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മളൊരു ട്രെയിൻ യാത്ര പോയപ്പോ നമ്മളെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. അത് പുള്ളിയല്ലേ. നമ്മളങ്ങനെ ട്രെയിനിൽ അങ്ങനെ യാത്ര ചെയ്യാറ് വ്യക്തിയായിരുന്നു ആ സമയങ്ങളിൽ.
യാത്ര ചെയ്ത് പോയപ്പോ അങ്ങനെ ഇതാ പുള്ളിയല്ലേ റാഫി എന്ന് പറഞ്ഞാൽ അതെ അതെ. അപ്പൊ എന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ വിനീത് എന്നാ അവന്റെ പേര്. നമുക്ക് കുറച്ചൊന്ന് മാറ്റി പിടിക്കാം. അതായത് അന്നത്തെ സമയത്ത് 55 സെക്കൻഡോ 30 സെക്കൻഡിനകത്ത് കണ്ടന്റ് ചെയ്യായിരുന്നു. ഈ 30 സെക്കൻഡിനകത്ത് എങ്ങനെ പ്രേക്ഷകരെ പിടിച്ചിരുത്തും, അതിന് എൻ്റെ ഒരു ട്വിസ്റ്റ് വേണം, ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കണം എന്നുള്ള സാധനം അങ്ങനെ ആലോചിച്ചു. പിന്നെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പം അന്നത്തെ സമയത്ത് ഇപ്പൊ ഈ ഷർട്ട് എടുത്ത് മാറ്റി ഇടുന്ന പരിപാടി, ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ കല്യാണം കഴിക്കുന്ന പരിപാടി, അന്നത്തെ ഇള്ളോളം തരി പൊന്നെന്തിനാ ആ സമയം ഹിറ്റ് അയക്കുന്ന സമയം. അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്ത സമയത്ത് ഒരു കമ്പനിക്കാരൻ പറഞ്ഞു, എടാ വേണ്ട, ശ്യാം എന്നൊരു പേര്, എടാ ഞാൻ ഇല്ല, ശ്യാമല്ല വിനീത് കണ്ണൻ, നമ്മളെ ഞാൻ ചെയ്തില്ല, വേണ്ട പിന്നെ കാണാൻ ചെയ്യാന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇല്ലോളം തരി ഹിറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ആ കണ്ടന്റ് ചെയ്തപ്പോഴാണ് ആ കണ്ടന്റാണ് ചക്കപ്പഴത്തെ ഡയറക്ടർ കാണുന്നത്. അങ്ങനെയാണ് എന്റെ എൻട്രി. അങ്ങനെ എന്റെ എൻട്രി കിട്ടി. അതിന് ശേഷം ചക്കപ്പഴത്തിന്റെ എൻട്രി കിട്ടിയതിന് 2 ദിവസം ശേഷം രാജേട്ടനെ വിളിക്കുന്നു കണിമംഗലത്തില്. ഇത് രണ്ടും ഒരു സമയം തുടങ്ങി. ഒറ്റ ഡേ ഒരു ഡേ മാറി. ചക്കപ്പഴാണ് പിറ്റേന്ന് കണിമംഗലം. പിന്നെ വേറെ സന്തോഷം കിട്ടിയിട്ടുണ്ട്. അന്നത്തെ സമയം അത് 2022, 21, 22 തോന്നുന്നു. ട്രെൻഡിങ് 1 ചക്കപ്പഴും ട്രെൻഡിങ് 2 കണിമംഗലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒറ്റടിക്ക് അത് ഭയങ്കര സംഭവമായിരുന്നു. അതൊക്കെ ഒരു ആ സമയത്തൊക്കെ ഇതായിരുന്നു. പിന്നെ നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. റെഡിയാണോ? ഓക്കെ, ഒന്ന് കൈയടിക്ക്. പിന്നല്ല, ഒരു സ്റ്റോറി ടെല്ലിംഗ് സെഗ്മെന്റ് ആണ്. വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് തരുന്നു, പറയുക. സെൽഫ് ലൈഫിലെ കാര്യമാകാം, എന്തുമാകാം. ഓക്കെ, പിടിക്കപ്പെട്ട സിറ്റുവേഷൻ, അതായത് നമ്മളെ പിടിച്ചു, ട്രാപ്പിലായി. എന്തെങ്കിലും സ്കൂൾ ടൈം ആകാം, കോളേജ് ടൈം ആകാം. ഞാൻ ചെയ്ത് എന്നാലും എന്നെ പിടിക്കപ്പെട്ടല്ലോ എന്നൊരു സിറ്റുവേഷൻ. ചിലപ്പോൾ കോപ്പി അടിച്ചാകാം, എന്തും ആകാം. അത് ഏത് ഏജിലും ആവാം. സ്റ്റാർട്ട്. അബി. അത് കേട്ട് പറയാന്ന്. ട്യൂബ്ലൈറ്റ് അല്ല, കോഷൻ കോഷൻ. എന്തോ അറിയാം നിങ്ങക്ക്. പിടിക്കപ്പെടുന്ന പരിപാടി വാപ്പാടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയപ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് ക്ലാസ്സിലായിരുന്നു? അത് എന്താ ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ. 10ാം ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ പിന്നെ വേറെയൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടി എടുത്തു. പുള്ളിക്കാരൻ പിടിച്ചു, മറ്റേ വയറിൻ അടിച്ചു, നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ടാ, മോട്ടിക്കല്ല് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചെയ്തിട്ടില്ല, പിന്നെ എടുത്തു. ഞാൻ മറ്റേ വയറിലത് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല ഉണ്ണി. എന്തായാലും വാപ്പയല്ലേ, വാപ്പയുടെ പോക്കറ്റിൽ നിന്ന് എടുക്കണേ. ഓക്കെ, ശരി. അജ്മൽ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ എക്സാം ഒന്നുണ്ട്. അപ്പൊ ഞാനിത് വായിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല, ഒന്നും കിട്ടണില്ല. അങ്ങനെ ഞാനിരുന്ന് ഫുള്ള് ക്വസ്റ്റ്യൻ തന്നെ എഴുതി. അങ്ങനെ ഒരു എന്റെ ബാക്കിൽ ഇരിക്കുന്ന ഫ്രണ്ട് ഉണ്ട്, അവനും ഇതിനെ കുറിച്ച് ഏകദേശം ഐഡിയ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പേപ്പർ ഇങ്ങനെ എഴുതി ഒരു ലൈൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈൻ ഇവിടെ എഴുതും. അങ്ങനെ ഒരു 20 പേപ്പർ എനിക്ക് മേടിച്ചു. അപ്പൊ എല്ലാവരും എന്നെ നോക്കണുണ്ട്, ഇതെന്താ സംഭവം എന്ന്. അപ്പൊ ആ സാറാണെങ്കിൽ ഇത് വായിച്ചിട്ട് എന്തായാലും പൊട്ടെന്ന് പറഞ്ഞിട്ട് തരും. പക്ഷെ നമ്മുടെ എച്ചോടി എന്ന് അവിടുത്തെ ഡോണാ, എല്ലാവരും കണ്ടാ മുട്ടടിക്കും. ഞാൻ ആളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇതിൽ കൂടെ കൂടല. കാരണം അങ്ങനെ എന്തുണ്ടെന്ന് ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ സാറ് പേപ്പർ തരാണെങ്കിൽ അത് തന്നിട്ട് ആളുടെ പൊടി എന്നടാ പണി വെച്ചെടുക്കാന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ പഠിച്ചു. എച്ചോടിയുടെ കയ്യിൽ നിന്നാണ് ഈ പേപ്പർ കിട്ടിയത്. ആള് നേരെ ക്ലാസ്സിൽ വന്നിട്ട് റോൾ നമ്പർ 5 and 6 എന്ന് പറഞ്ഞു. ആണല്ലോ, അപ്പം ആദ്യത്തെ റോൾ നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ മറ്റവനാണെങ്കിൽ ഞാൻ പേപ്പർ മേടിക്കണ കണ്ടിട്ട് അവനും അതേപോലെ മേടിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അവനാണെങ്കിൽ ബ്ലാങ്ക് ആക്കി വെച്ചിരിക്കുക ഫുള്ള്. അവൻ ആബ്സെന്റ് ആണ്. എന്നെ വിളിച്ചിങ്കളാ ഇത് വായിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വായിച്ച് തിരിഞ്ഞപ്പോ കിട്ടിയ തമിഴ്നാട്ടിൽ നല്ല അടിക്കും സാറുമാര്, ഇവിടത്തെ പോലെയല്ല. അപ്പൊ ഇത് മേടിച്ച് ഞാൻ, അതായത് ഇതെന്താ സംഭവം, ഇതെന്താ നീ എഴുതി വെച്ചിട്ടില്ല, ഇതാണോ നീ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എഴുതാ? അന്നത്തെ സമയത്ത് ഒന്നും അറിയില്ല. 20 പേജ് നീ എഴുതിണ്ട്, അതെന്താ നീ സംഭവം എന്ന് പറഞ്ഞിട്ട് പോയാ മതി. നല്ല അടി, കിളിയൊക്കെ പോയിടും. എവിടൊക്കെ അടി കിട്ടിയത്? മുഖത്ത്. അവിടെ അടിക്കും. അവിടെ അങ്ങനെയൊക്കെയാണോ അവിടെ അന്നത്തെ സമയത്ത്? എനിക്കറിയില്ല. ഞാൻ അന്നത്തെ സമയം എന്ന് പറയുമ്പോ ഇപ്പോഴുണ്ടാവും, അവിടെ അങ്ങനെയാണ്. പിന്നെ അവിടെ അറ്റൻഡൻസ് ഒന്നും ഇല്ലെങ്കിൽ പുറത്താക്കും, ബാഗ് എടുത്ത് ഒറ്റേറാ. അപ്പൊ അറ്റൻഡൻസിൽ അത് ജയിക്കണ തന്നെ.
നമ്മള്. അപ്പൊ ഓടിപ്പോയി നിൽക്കണം. അപ്പൊ ഈ പേപ്പറിന്റെ സീൻ അങ്ങനെ അത് HOD പിടിച്ച ആ സംഭവം ക്ലാസ് മൊത്തം അറിഞ്ഞു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് അടി കിട്ടിയതും കണ്ടു. അത് ക്ലാസ്സിൽ ഫ്രണ്ട് വെച്ച് തന്നെ ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കുമ്പോ. അപ്പൊ അല്ല, ആ സമയം എന്ന് പറയുമ്പോൾ 2014 അല്ല, ആ സമയം ആക്ച്വലി ആഡ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാരെ അറിയാവുന്ന അന്ന് ആഡ്സ് ഒന്നുമില്ല. പക്ഷെ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, അതായത് അന്ന് ഞാൻ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അതെ. അപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ 70 പിള്ളേരുണ്ട്. അപ്പൊ ഞാൻ ഫോട്ടോ ഇട്ടിട്ട് ക്ലാസ്സിൽ പോകുമ്പോ ഈ പറഞ്ഞ 70 പേരുടെ ഫോൺ മേടിച്ച് ഞാൻ തന്നെ ലൈക്ക് അടിക്കും. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 70 ലൈക്കായി. ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരിക്കും 70 ലൈക്കായാലോ, ഇതെന്താ ഇത്, ഈ ഫോട്ടോക്ക് എന്താ 70 ലൈക്ക്, എന്നാ പിന്നെ ഞാനും ഇടാൻ പറഞ്ഞിട്ട് അവർ ലൈക്ക് അടിക്കും. അങ്ങനെയാണ് അത് കൂടി 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 വന്നു. ഓ, കള്ളത്തരം ചെയ്തെന്നൊക്കെ. അടിപൊളി. അതൊരു കള്ളത്തരം. അത് ഇപ്പോഴാണ് അറിഞ്ഞതേ ഉള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ ആണ്. അബി, ഇതുപോലെ ക്ലാസ്സിൽ ടീച്ചർ നോട്ട് നോക്കുമ്പം പഠിക്കുന്ന പിള്ളേരെ നോട്ട് കാണിക്കുന്നത്. ടീച്ചർക്ക് എല്ലാവർക്കും കാണണമെന്നില്ല, എല്ലാ ദിവസവും നോട്ട് എഴുതും. അപ്പൊ ടീച്ചർ ചെയ്യുന്നത് വെച്ചാൽ ആ പഠിക്കുന്ന പിള്ളേർ വരുമ്പം ആ ലാസ്റ്റ് പേജ് ഒപ്പിട്ട് കൊടുക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ലാസ്റ്റ് പേജ് എഴുതിയാൽ മതി, കൊണ്ട് കൊടുക്കാം. ഞാൻ പുള്ളിക്കാരി മൊത്തം നോക്കി ലാസ്റ്റ് പേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കി ആദ്യം തൊട്ട് 50 പേജ് എഴുതിയിട്ടില്ല. ബുക്കെടുത്തേക്ക് ഇറങ്ങി എന്റെ പൊക്കോളാൻ പറഞ്ഞു, അമ്മ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് വിളിച്ചോണ്ട് വന്ന് അമ്മ എന്ത് പറഞ്ഞു? അമ്മ എന്താ പറയാ, അമ്മ വരുന്നത് വേറെ പെണ്ണിന്റെ കൂടെ, അമ്മ എന്ന് പറയും. അവളാണ് അവിടുത്തെ പഠിപ്പിസ്റ്റ്. തീർന്നു. അമ്മുന്റെ അമ്മ ഒരുമാതിരി കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് വരും. ഞങ്ങളമ്മ ടീച്ചർ വിളിക്കുമ്പോൾ നല്ല സാരി കൊടുത്തു വരും. എന്ത് കാരണമുണ്ടാകുന്നത്? നീ എന്നെ ഈ സാരി കൊടുപ്പിന്ന് കരയാൻ വേണ്ടിയാണ്. അതൊക്കെ സങ്കടം. ഞങ്ങളുടെ പേരൻസ് മീറ്റിംഗ് വരുമ്പോൾ അവരെല്ലാം ചിരിക്കും. ഞങ്ങളമ്മ ഒരുങ്ങി അങ്ങോട്ട് എന്നിട്ട് കരഞ്ഞുണ്ടാക്കിയ പോലെ അതൊക്കെ ഉള്ളായിരുന്നു. പിന്നെ നോർമലായി ശീലമായി, പിന്നെ വിളിക്കാറില്ല. അമൃത പറയൂ. എന്റെ വളരെ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മയാണ്. ഒരു 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടില് കനാലുണ്ട്. ഇങ്ങനെ വെള്ളമൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ കുറെ ചാടാനൊക്കെ പോകും. ബോയ്സ് ആയിരിക്കും കൂടുതൽ, ഗേൾസ് അങ്ങനെ പോവില്ലല്ലോ. പക്ഷെ ഞാൻ വേറെ കാറ്റഗറി ആയിരുന്നു. ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. മരത്തെ കയറുക, സൈക്കിൾ ഓടിക്കുക. അപ്പൊ ഇവന്മാരെന്നോട് ചോദിക്കും, നിനക്ക് വീട്ടിൽ ഇരുന്നൂടെ, നീ എന്താ ഇതിനൊക്കെ നടക്കുന്നത്? അപ്പം സ്കൂളിൽ നിന്ന് വന്ന വഴി ഉച്ചക്കൊക്കെ സ്കൂൾ വിടുന്ന ചില അപൂർവ ദിവസങ്ങളുണ്ടാവും. അപ്പം ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ, അതിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഉച്ചക്ക് വിട്ട സ്ഥിതിക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്, എന്തെങ്കിലും ഒപ്പിക്കാം, എന്തെങ്കിലും ഒപ്പിക്കണം. അപ്പൊ കനാലിൽ നമുക്ക് കുളിക്കാൻ പോവാം. അപ്പൊ മറ്റേ പാലത്തിന്റെ മേളിൽ നിന്നൊക്കെ ചാടുക, അങ്ങനത്തെ വിചിത്രമായിട്ടുള്ള പരിപാടികളൊക്കെ. അതെ അതെ അതെ, അതൊക്കെ ആ സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോ എന്നിട്ട് ഞാൻ എല്ലാരും കൂടി, അപ്പൊ അതിന്റെ കൂടെ എന്റെ അനിയത്തിയുണ്ട്. പുള്ളിക്കാരത്തിക്ക് ഭയങ്കര പേടിയാ, അച്ഛനെ ഭയങ്കര പേടിയാ. ഞാനാണെ പേടിയാണെങ്കിലും തോന്നിവാസത്തിന് ഒരു കുറവുമില്ല, ഞാൻ ചെയ്യും. പേടിച്ചിട്ടും ഞാൻ ചെയ്യും. എനിക്കറിയാം നല്ല അടി കിട്ടും എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഇവളെ സോപ്പിട്ട് ഇവളെയും കൊണ്ടുപോയി. അല്ലാതെ ഇവള് നേരത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നെ പൊക്കൂലോ. ഞാൻ ഇവളെയും കൊണ്ടുപോയി, ഇവളെയും പയ്യെ വെള്ളത്തിലൊക്കെ ഇറങ്ങി, നല്ല രസമില്ല എന്നൊക്കെ പറഞ്ഞ് അതെ ചാടിച്ചു. എന്നിട്ട് പിന്നെ വൈകുന്നേരം കുറെ സമയമായിട്ടും പിള്ളേരെ കാണുന്നില്ല. എന്നിട്ട് അച്ഛൻ തപ്പി വന്നു. എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടി കിട്ടി. മറ്റേ അനിയത്തി അപ്പൊ തന്നെ, അച്ഛാ ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല, കുമ്പസരിച്ച് ഇവള് പറഞ്ഞത് കൊണ്ട് ഞാൻ ചാടിയതാ. അവള് പിന്നെ രക്ഷപ്പെട്ടു. എനിക്ക് നല്ല അടി, പിന്നെ കീപ്പോട്ട് അടിക്കുള്ളൂ. നല്ല മറ്റേ ഇത് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, പച്ച കളർ, മറ്റേ ഒരു എന്തോ ഒരു ചെടിയുടെ പേര് പറയില്ലേ പണ്ടൊക്കെ ഇങ്ങനെ തല്ലുന്നേ, ചീമക്കൊന്ന, അതിന്റെ നല്ല അടി. എന്നിട്ട് നന്നായില്ല. പിന്നെ തുടർന്നു. പിന്നെ ഓക്കെ സാറിന്റെ പറയൂ. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഹോസ്റ്റലിൽ നിന്ന്, അപ്പൊ നമ്മളുടെ ഒക്കെ വീട്ടില് 9 മണി 9:30 ഫുഡ് കഴിക്കുക. അപ്പൊ ഹോസ്റ്റലിലാണെങ്കിൽ 7:30 ഉള്ളിൽ രാത്രി ഫുഡ് കഴിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് വന്ന ടൈമാ, ഹോസ്റ്റലിൽ ചേർന്ന ടൈമാ. അപ്പൊ ഒരു 7:30 ഫുഡ് കഴിച്ച് ഒരു 10 മണി 11 മണി ആകുമ്പോഴത്തേനും വിശക്കാൻ അങ്ങോട്ട് തുടങ്ങി ഞങ്ങൾ കുറച്ച് പേർക്ക്. എന്നിട്ട് അവിടെ നമ്മളെ സിസ്റ്റേഴ്സിന് ഹോസ്റ്റലിൽ നിൽക്കുന്നു. എന്നിട്ട് അവരുടെ അടുക്കളയിൽ കയറിയിട്ട് ഫുഡ് കട്ടെടുത്ത് തിന്നു. അതൊന്ന് കണ്ടു, ഒന്നും പറഞ്ഞ നമ്മള് വിശന്നിട്ടല്ല, നമ്മൾ അഭിനയിച്ചു കുറച്ച് ഫുഡ് വിശന്നിട്ടെന്ന് പറഞ്ഞു. ആഹാരത്തിന് വേണ്ടി ക്ഷമിക്കണം, ഇനി റിപ്പീറ്റ് ചെയ്യില്ലാതെ പറഞ്ഞു. വേറൊന്നും ഉണ്ടായില്ല. ഫുഡല്ലേ, നല്ല കാര്യം. വേറൊന്നും ഉണ്ടായില്ല, പണിഷ്മെന്റ് കിട്ടിയില്ല. ഇല്ല, ഫുഡല്ലേ. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ, അജ്മലിന്റെ ഒരു ഹാഫ് സ്ലീവ് സ്വെറ്ററൊക്കെ ഇട്ട് വൈറ്റ് ഷർട്ടും ഒക്കെ ഇട്ട് പോലും. അപ്പൊ അതിന്റെ താഴത്തേക്ക് ഊട്ടിയിലെ സ്റ്റുഡന്റ്, ഇത് ഊട്ടിയിൽ +2 പഠിക്കുന്ന കുട്ടിയാണോ? എന്ത് തോന്നുന്നു, ഇതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തോ? ഇതൊക്കെ ശരിക്കും അത്രയും പ്രായം കുറവുണ്ടെന്ന് പറയുമ്പോ? അല്ല, അതാണോ ഞാൻ എന്നെ കളിയാക്കാന്ന് വിചാരിച്ചത്. അല്ല, അയ്യോ
അല്ല ഇറ്റ്സ് എ പോസിറ്റീവ് കമന്റ് ആക്ച്വലി അങ്ങനെ പറയുമ്പോൾ ലൈക്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചതിലേ നാട്ടില് ടൈയൊക്കെ ഇട്ടിട്ട് മറ്റേ പച്ചയിട്ട് വന്നപ്പോ ഇവന് ഏതാ ഊട്ടിയിൽ പഠിക്കുന്ന കുട്ടിയാണോ എന്ന് ചോദിച്ചതെന്ന് വിചാരിച്ചു. അല്ല അറ്റ്ലീസ്റ്റ് അങ്ങനെയും കൂടെ പറയുന്നുണ്ടല്ലോ. അത് കുട്ടി എന്ന് പറയുമ്പോൾ അതും ഒരു വലിയ കാര്യമാണല്ലോ. കുട്ടി തന്നെയാണേ. അജു കുട്ടി. അജ്മലിന്റെ ഏറ്റവും വലിയ ഫാൻസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയാം, അതാണല്ലോ ഏറ്റവും വലിയ. ആ ഒരു കാറ്റഗറി നോക്കുമ്പോൾ നമ്മൾ തന്നെ അനലൈസ് ചെയ്യുമല്ലോ. നമ്മളെല്ലാവരും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ കാണുന്ന ആൾക്കാർ, അല്ലെ എവിടെ ചെന്നാലും നമ്മളോട് സ്നേഹം കാണിക്കുന്ന ആൾക്കാരുടെ ഒരു ഏജ് കാറ്റഗറി നോക്കുമ്പോൾ അജ്മലിന് എന്ത് തോന്നുന്നത്? 25 to 30, 35. ആ ഒരു പിള്ളേരുടെ ഒരു പിള്ളേര് സംഭവം എന്താ വെച്ചാല് ഞാൻ ഈ ഫേമസ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് പിള്ളേരിലൊന്നും ഫോണില്ല. ആ സമയത്ത് ഇപ്പൊ എല്ലാവരും ഫോണുണ്ട്. പിന്നെ യൂട്യൂബിലൊന്നും ഞാനിപ്പോ അങ്ങനെ ആക്റ്റീവ് അല്ല. നമ്മൾ ഫോട്ടോസും സ്ലോ മോഷൻ നടത്തുവാണല്ലോ. പിന്നെ ദുബായിലൊരു സംഭവം വെച്ചാല് ദുബായിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അൽഗോരിതം ആദ്യം ദുബായിലുള്ള റീച്ചേ വരുള്ളൂ. പിന്നെ ഇവിടുത്തെ വീഡിയോസ് ഒക്കെ അങ്ങോട്ട് എത്തുമ്പോ ഇതാവും, കുറെ വീഡിയോസ് ഒന്നും എത്തില്ല. ഇവിടെ വന്നിട്ട് വീഡിയോ ഇടുമ്പോ ഭയങ്കര റീച്ച് ആയിരിക്കും. അങ്ങനെ ഈ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ് പുതിയ ആൾക്കാർ അറിഞ്ഞ് അങ്ങോട്ട് എത്തുന്ന അതുകൊണ്ട് കുഴപ്പമില്ല. സോഷ്യൽ മീഡിയ വന്നിട്ട് അല്ലെ സോഷ്യൽ മീഡിയ എന്നുള്ളത് വന്നിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം, ഏറ്റവും ഹാപ്പിയസ്റ്റ് തിങ് എന്താണ്? അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു ഇൻസിഡൻറ്റും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ കുറേ ആൾക്കാരുടെ സ്നേഹം കിട്ടി, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ലൈക്ക് എൻ്റെ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു കരിയർ ലൈക്ക് ഇതിലേക്ക് വന്നത്, ഇത് പ്രൊഫഷൻ ആക്കിയത് കൊണ്ടാണ്. ഞങ്ങളുടെ ഫാമിലി ഭയങ്കര എൻ്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം ഞങ്ങളുടെ ഒരു സർവൈവൽ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്കൊരു വീട് വാങ്ങാൻ പറ്റി, എനിക്ക് സ്വന്തമായിട്ട് കാർ വാങ്ങാൻ പറ്റി. അപ്പൊ അതൊക്കെ എൻ്റെ അച്ഛനും അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിൽ. അവർക്ക് എന്നെ നോക്കുമ്പോൾ എനിക്കറിയാം, അവരുടെ കണ്ണുകളിൽ നിന്ന് തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ കൊച്ചിങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം. അതെ അതെ. അതുപോലെ തന്നെ ഒരു നമുക്ക് അത്ര സുഖകരമല്ലാന്ന് തോന്നിയ ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ ഇതിൽ വന്നത് കൊണ്ട്, ഇതിൽ സോഷ്യൽ മീഡിയ കൊണ്ട് എന്നല്ല എന്നാലും സ്റ്റിൽ വന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം ഇങ്ങനെയൊരു നമ്മൾ വേറൊരു ലെവലിലേക്ക് കടന്നപ്പം നമ്മൾ ഔട്ട്ഗ്രോ ചെയ്യുകയാണല്ലോ. അപ്പം അവർക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് അവരെന്താ നമ്മളിനി പഴയ പോലത്തെ ആള് ആയിരിക്കില്ലേ, നമ്മളെ അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. അവരോർക്കും മെസ്സേജ് അയച്ചാൽ തിരിച്ച് റിപ്ലൈ ചെയ്യുവോ, ജാടയായിരിക്കുവോ, അങ്ങനെയൊക്കെ കുറെ ബന്ധങ്ങളില്ലാതായി പോയി. ശരി, റാഫി പറയൂ. പീസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞ സിനിമ, അതെ, ഫിലിം കിട്ടുക തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഒരു കാലഘട്ടം, ഒരു സമയം വരെയും എനിക്കറിയില്ല ഞാനിത് എങ്ങോട്ടാണ് പോണേ, എന്താണ് ചെയ്യാൻ പോണേ, ഇനി എൻ്റെ ജീവിതം എങ്ങനെ ആവും. ശരിക്കും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം അജുക്ക പറഞ്ഞ കണക്ക് ഗൾഫിൽ പോകണം, കല്യാണം കഴിക്കണം, കുടുംബമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ആഗ്രഹത്തിൽ മാത്രം ജീവിച്ചൊരു വ്യക്തിയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സാധാ ലൈഫ് സ്റ്റൈൽ അല്ല, വേറെ ലൈഫ് സ്റ്റൈൽ വേണം. പല രീതികൾ, നമ്മുടെ സംസാര ശൈലി, നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ മാറ്റണം. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റി. പിന്നെ ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു കയ്യിലേക്ക് കൊടുത്ത് ആയിട്ട് കടലൊക്കെ പോയി ചായ കുടിക്കുന്ന അങ്ങനെ ഒരു നാട്ടിൻ പുറത്ത് വന്ന സാധാരണക്കാരനാണ്. അപ്പം സിനിമ കിട്ടിയപ്പം ഒരു സമയം അപ്പം എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ ട്രാക്ക്. ആഫ്റ്റർ തലവരയ്ക്ക് ശേഷം എനിക്ക് അവർ കിട്ടി. ഓക്കെ, നിനക്കിങ്ങനെ ക്യാരക്ടർ ചെയ്യാൻ പറ്റും. ഇത്രയും നാളൊരു സെറ്റർ പരിപാടി പിടിച്ചോണ്ടിരുന്നത്, ചക്കപ്പടം, സുമേഷ്, അങ്ങനത്തെ ഒരു സാധനം. ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമ ചെയ്തിട്ട് അത് കൊള്ളാൻ കേട്ടോ, ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്, അതിനകത്ത് ശ്യാം എന്ന് പറഞ്ഞ കളവെന്ന് പറഞ്ഞ കഥാപാത്രം അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴെനിക്ക് ആ മൊമെന്റ് അത് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞൊരു മൊമെന്റ് ആയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, പഠിച്ചോനെ ഇത് സിനിമയാണ്, ഇനി നിന്റെ ഇത്. നേരെ അതിന്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോഴത്തേക്ക് പഴയ കുറച്ച് കാര്യങ്ങൾ, മെമ്മറീസ് ഒക്കെ മിസ്സായിപ്പോയി. നമ്മളെ പഴയ ലൈഫ് സ്റ്റൈൽ മാറി, അങ്ങനത്തെ ഒരു സങ്കടം മാത്രമേ മാറേണ്ടതായിട്ട് വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ മാറിയിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെയൊക്കെ പോകണം, അത്രേ ഉള്ളൂ. അജ്മൽ, സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ പ്രതീക്ഷിക്കാണ്ട് ഇതിലേക്ക് എത്തിപ്പെട്ട് ആ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വന്നു. പിന്നെ അവൾ പറഞ്ഞ പോലെ തന്നെ പാരൻസിനെ എപ്പോഴും ഹാപ്പിയും പ്രൗഡാക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ചെയ്ത കാര്യങ്ങളും ട്രാവൽ ചെയ്തതും മേടിച്ചതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. അന്ന് പണ്ട് എന്നോട് ചോദിച്ചിരുന്നത് ഈ ഫോട്ടോ എടുത്ത് ലൈക്ക് ചോദിക്കുമ്പോൾ അരി മേടിക്കാൻ പറ്റുമെന്ന്. അന്ത കാലത്ത് ഞാൻ എല്ലാതും മേടിച്ച് സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കാരണം അങ്ങനെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കാരണം തന്നെയാണ് ഇപ്പോൾ ഈ മൂവിയിലും എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്.
ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഒരു അതിന്റെ ഒരു ഓപ്പോസിറ്റ് സങ്കടം? ഓപ്പോസിറ്റ് സംഭവിച്ചാൽ അന്ന് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് എനിക്കൊരു 400K ഒക്കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ആ സമയത്ത് ഫോട്ടോസ് മാത്രമേ ഇടുള്ളൂ. അന്ന് ഇതേപോലെ കുറെ മീഡിയ പേജസും സംഭവങ്ങളും കോണ്ടന്റ്സ് ഒന്നുമില്ല. ആ സമയത്ത് എന്റെ പേരിൽ ഹേറ്റേഴ്സ് പേജ് ഉണ്ടായിരുന്നു, അജ്മൽ ഖാൻ ഹേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ എന്റെ ഫോട്ടോസ് ഇട്ടിട്ട് കുറെ ക്യാപ്ഷനൊക്കെ ഇട്ടു. അപ്പൊ ഞാനതൊക്കെ ഇരുന്ന് വായിച്ചിട്ട് അന്ന് നമ്മള് വരുന്നേ ഉള്ളൂ. കാരണം എന്റെ സർക്കിൾ എന്ന് വെച്ചാൽ എന്റെ ചുറ്റുമുള്ള എന്റെ ആൾക്കാരും എന്റെ വീട്ടുകാരുമാണ്. ശരി. പുറത്തുള്ള ആൾക്കാർ, എന്നെ അറിയാത്ത ആൾക്കാർ എന്നെ അതായത് ഇപ്പൊ ഇവൻ തന്നെ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ മനസ്സിൽ ടെൻഷൻ വരും. ഇത് എന്നെ അറിയാത്ത ആൾക്കാരൊക്കെ എന്നെ തെറി വിളിച്ചോണ്ടിരിക്കണുള്ളതല്ല, അങ്ങനെ ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് സമയം പിന്നെ എനിക്ക് മനസ്സിലായി അത് ഒരു എന്നുള്ളത്. അതെ. പിന്നെ അത് മാറി മാറി പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. അടിപൊളി. കലക്കി. അഭി? എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു പഠിത്തം കഴിഞ്ഞിട്ട് കുറെ 2 വർഷം ഗ്യാപ്പ് വന്ന് ഈ മറ്റേ കാനഡ അവിടെയൊക്കെ പോകാനാണ്. അപ്പം ലോണൊക്കെ സെറ്റ് ആവാതെ ആ സമയത്ത് അച്ഛനും ഗൾഫാ. അപ്പം പറയുന്ന പോലെ അച്ഛനാണ് വീടെല്ലാം സെറ്റ് ചെയ്തത്. പക്ഷെ അറിയാമല്ലോ, വലിയ ജോലിയല്ല, എന്നാൽ തിരിച്ചു വരുമ്പോൾ അത്ര സേവിങ്സ് ഒന്നും ഇല്ല. അപ്പം ഞാൻ മൂത്ത മോനെ, അപ്പം ഞാനാണ് അടുത്തതിന് വീട് നോക്കണ്ടേ. അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്ക് അനിയനും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ വീഡിയോ ഒന്നും നോക്കിയില്ല, ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിനകത്തുനിന്ന് ഇൻകം വന്നതാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം. അതായത് ഒരു 1000 രൂപയ്ക്ക് വേണ്ടി ഞാൻ മറ്റേ ചെണ്ടമേളത്തിനൊക്കെ പോകും, പൂരത്തിനൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മേളം ചെയ്യുമ്പോഴും 1000 രൂപയ്ക്ക് വേണ്ടി ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടി ട്രിവാൻഡ്രം വരെ പോകണം. അപ്പൊ ആ ഒരു പൈസക്കൊക്കെ വേണ്ടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ മേളം ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ കാറ്ററിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴും ഇങ്ങനെ 1000 രൂപ കിട്ടുമ്പോൾ വലിയ കാര്യമായിരുന്നു. അപ്പൊ അതിനകത്തുനിന്ന് പെട്ടെന്ന് നമ്മൾ ഈ ഒരു കഷ്ടപ്പെട്ട് ഇപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റും. എന്തിപ്പം ഈ ചേട്ടാ അജുക്കൊക്കെ പറഞ്ഞ പോലെ കമന്റ് ഉണ്ട്, വേറെ ജോലിക്ക് വെക്കൂടെ, ഇതിപ്പോഴും ജോലിയായിട്ട് കാണാത്തവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് അവർ അക്സെപ്റ്റ് ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ഇതൊക്കെ ചെയ്യും. അപ്പൊ ഇതിനകത്ത് വഴി മേടിച്ചാണ് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന തൊട്ട് എന്റെ ഇത് ഫുള്ള് ഇതൊക്കെ ആണെങ്കിലും ഈ വഴി കിട്ടിയതാണ്. പിന്നെ എന്റെ അമ്മ അച്ഛനെ ഹാപ്പിയായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. അമ്മ പ്രൗഡ് ആവുന്ന സെയിം സിറ്റുവേഷൻ അടുത്ത് ഞങ്ങൾ അമ്മ അടിയാ. അതുകൊണ്ട് പ്രൗഡൊക്കെ ഒരു സെക്കൻഡ് ഒക്കെ ഉള്ളു, വീട്ടിൽ ഫുൾ ടൈം അടിയാ. തീർച്ചയായിട്ടും ഫുൾ ടൈം ഇത് ഞങ്ങൾ എപ്പോഴും അടിയാ, ഫുൾ ടൈം അടിയാ. അതാണ് സന്തോഷം, അമ്മ അച്ഛനെ നോക്കാൻ പറ്റിയ. നീ സാൻഡാണ് പറയാനുള്ളത് അല്ലേ? എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ 4 ഗേൾസാ. അപ്പോൾ അച്ഛനോടും അമ്മോടും ചോദിക്കും, ഈ 4 പെൺകുട്ടികളെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്ന് ചോദിക്കുന്ന പലരും, അങ്ങനെ ഒഴിവാക്കി പോയ പലരും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വീഡിയോസ് കാണുമ്പോൾ അവരൊന്ന് പറയും, ഇങ്ങനെ സാന്ദ്രയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായി എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രൗഡ് ഉണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു പോയവരും തിരിച്ചു വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതൊക്കെ അവര് ചെറിയ കുട്ടികളുടെ സന്തോഷം പോലെ വന്ന് പറയാം, അവരൊന്ന് പറഞ്ഞു ഇങ്ങനെ നിന്റെ വീഡിയോസ് കാണാറുണ്ട്. അതാണ്. പിന്നെ സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസൈനിങ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 2023 വരെ ഡിസൈനിങ് ആണ് ഫോക്കസ്. അപ്പൊ എനിക്ക് അതിനോട് ഒരുപാട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതിന്റെ ഒരു ചെറിയ പാഷൻ ഉണ്ട്, പക്ഷെ അതിന് വേണ്ടി പാരലൽ റോഡിൽ കൂടെ പോകാൻ ഒരു സാധിക്കുന്നില്ല. വേറെ അങ്ങനെ സങ്കടങ്ങളൊന്നുമില്ല. നിങ്ങളെ പറ്റി അല്ലാത്തൊരു ന്യൂസ് കേട്ടത് എപ്പോഴായിരിക്കാം? ഗോസിപ്പാണോ? അങ്ങനെ ആക്കാം. ന്യൂസ് പറഞ്ഞ ന്യൂസ് ചാനലിൽ വരുന്നൊന്നല്ല ഞാൻ പറയുന്നത്, ആരെങ്കിലും പറഞ്ഞാവാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തൃപ്പൂണിത്തറ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അല്ല, അത് അങ്ങനെയാണ് ഞാൻ കേട്ടത്. എനിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്, പക്ഷെ ആരാന്ന് എനിക്കറിയില്ല. ഞാൻ ഓർത്തേ ഈ ന്യൂസിന്റെ ഒക്കെ കാര്യം പറഞ്ഞോണ്ടിരിക്കും, അതിന്റെ ഇടയ്ക്ക് വെറുതെ ഞാൻ വിളിച്ചിട്ട് പറയാനൊക്കെ. ഓക്കെ, അത് ഞാൻ തന്നെ എന്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞതാ. അവിടെ പുള്ളിക്കാരി എബ്രോഡാണ് ജോലി ചെയ്യണേ. അപ്പൊ വേറൊരാള് വന്നിട്ട് പുള്ളിക്കാരത്തിന്റെ അടുത്ത് പറയാണത്രേ, അമൃതയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഇല്ലേ തൃപ്പൂണിത്തറക്കാരൻ. അപ്പൊ ഞാൻ തൃപ്പൂണിത്തറ വഴി ഞാൻ പോയിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് അവിടെ ഒരു ബോയ് ഫ്രണ്ട്? അതായത് അവർ ഉറപ്പിച്ച് പറയാണ് അങ്ങനെ ഒരാളുണ്ട്. തിരിച്ചെന്തോ ഇല്ല. അപ്പൊ ഞാൻ പറയും ഉണ്ട്, എന്നെ ഒന്ന് പരിചയപ്പെടുത്തു. മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഗോസിപ്പ്. നീ പറഞ്ഞു ഗോസിപ്പ് എന്ന് പറയാൻ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം മറ്റേ ഇങ്ങനെ ഇപ്പം നമ്മൾ വീടിക്കകത്ത് കാശ് കിട്ടുമ്പം അവർക്ക് അറിയത്തില്ല അത് കാശ് കിട്ടുമെന്ന്. അപ്പൊ ഇവര് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന അമ്മയ്ക്കും അച്ഛനും നിധി കുഴിച്ച് കിട്ടിയെന്ന്.
അങ്ങനെ സ്വർണം കിട്ടി. നിന്നെയാണോ കിട്ടിയത്? അല്ല, റിയൽ ആയിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇത് ഞങ്ങളുടെ വീട്ടുകാർ കിടങ്ങില്ല. കിടങ്ങ് വീട്ടുകാർക്ക് നിധി കിട്ടിയത് ഇപ്പോഴും ഒരു വിശ്വാസം. ഇത് ഞങ്ങള് മതിലെ കിട്ടിട്ട് 5 ദിവസം മതിൽ കിട്ടിയ ഇവര് പറഞ്ഞുണ്ടാക്കിയ ആ വീട് ചെയ്യുന്ന 2ാമത്തെ ദിവസം ഇത് മതില് പുള്ളി കിട്ടുക. എന്നിട്ട് വീട് അടച്ചിട്ടേക്കുക. അതുപോലെ കുഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ നിധി കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മയുടെ പേര് കുറച്ച് വസ്തു ഉണ്ട് പത്തൂര്, അവിടെ നിധി കുഴിച്ചിട്ടിട്ടുണ്ട്. അത് അവിടെ അതാണ് ഞങ്ങളുടെ നല്ല ഗോസിപ്പ്. നിധി കിട്ടിയിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞത് ശരിയാ, നിധി ഈ ഇരിക്കുന്ന മോനാണല്ലോ. അതെ, അച്ഛൻ ഒരു പ്രായത്തിൽ പോയ ഗൾഫില. ആ പുള്ളി കഷ്ടപ്പെട്ടിട്ട കാശ് കഴിക്കുന്നത്. ഈ ഇവര് വിചാരിച്ചേക്കുന്നത് നിധി കുഴിച്ചിട്ട് കൊണ്ട് വിൽക്കാൻ പോയേക്കുക. അച്ഛൻ ഗൾഫിൽ പോയതല്ല, നിധി വിൽക്കാൻ പോയാന്ന് ഇവര് പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ വരെയായി. അയ്യോ, ഇനി അജ്മല്. അത് എന്റെ കൂട്ടുകാരോടാണ് പറയാനുള്ളത്. ആ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പോസ്റ്റ് എന്ന് പറയും, പോസ്റ്റ്മാന്. അതായത് ഇവൻ പറഞ്ഞ പോസ്റ്റ് അല്ല, വിളിച്ചാ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒരു 1 മണിക്കൂറൊക്കെ നിർത്തില്ലേ. അതെ, ശരിക്കും പറഞ്ഞാൽ അവിടെ വണ്ടി എടുത്ത് ട്രാഫിക്കിൽ എത്തുമ്പോ കുറെ സമയം എടുക്കും. ഇത് ഞാൻ നിങ്ങളോട് കൂടി പറയാണ്, മനസ്സിലാക്കണം, പോസ്റ്റ് അല്ല. അജൂസ് ഫ്രണ്ട്സ്. അതെ, ഓക്കെ, കം ഓൺ. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് കാര്യം എന്നുള്ളതല്ലേ. ഇനി അങ്ങനെ പറയരുത്. നൈസായിട്ട് അങ്ങനെ അങ്ങ് ഡീലാക്കി അത് ആലോചിച്ചോണ്ടിരിക്കുന്നത് കിട്ടുന്നത്. പറയൂ സാൻഡ്ര. അങ്ങനെ റിലേഷൻഷിപ്പ് ഗോസിപ്സ് ആണ് വരാറുള്ളൂ. പിന്നെ നാട്ടിലൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് പറയാറുണ്ട് ഫ്രണ്ട്സ്. പക്ഷെ ഞാനൊന്നും കേൾക്കാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. നാട്ടിലൊക്കെ നല്ലതും പറയുന്നുണ്ട്, മോശമായിട്ടും പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താണെന്നും പോയി ചോദിക്കാറൊന്നുമില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ. അങ്ങനെ കണിമംഗലം കോവിലകം ഒരു അടിപൊളി കിടിലം പടമാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.